ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ബൈഭവ് കുമാറിനെതിരായ AAP MP സ്വാതി മലിവാളിന്റെ പരാതിയിൽ പ്രതിഷേധം കടുക്കുന്നുണ്ട്. സമൂഹം സ്വാതി മലിവാളിനൊപ്പമാണെന്ന് BJP ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ പറഞ്ഞു. അതേസമയം സ്വാതി മലിവാളിന്റെ പരാതിയിൽ ബൈഭവ് കുമാറിനെതിരെ ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. आखिर बहन स्वाति मालीवाल ने अपनी चुप्पी तोड़ दी है और जिस बात का हम संदेह जाहिर कर रहे थे कि उनके साथ बुरा बर्ताव किया गया है वो उन्होंने अपनी शिकायत में पुलिस को बताया है और पुलिस ने भी विभव कुमार के खिलाफ 354, 506, 509 और 323 IPC की धारा लगाते हुए FIR दर्ज की है। मैं अरविंद केजरीवाल दिल्ली के मुख्यमंत्री आपसे सिर्फ एक सवाल करना चाहता हूँ। जब स्वाति मालीवाल के साथ इस तरह की घटना आपके आवास में हुई, आप उस समय घर में मौजूद थे। आखिर क्यों आपने एक महिला पर अत्याचार होने दिया? क्यों आपने रोकने की कोशिश नहीं की? क्यों आज 4 दिन तक आप चुप्पी रख के बैठे हैं? मैं अब भी आपसे कहता हूं कि अगर थोड़ी सी भी गैरत है तो तुरंत विभव को पुलिस के हवाले करें। पूरा देश, पूरा समाज स्वाति मालीवाल और हर उस महिला के साथ खड़ा है जिसके साथ इस तरह की कोई भी दुर्घटना होती है। വിവരങ്ങൾ നൽകാൻ നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് കെജ്രിവാളിനെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ തനിക്ക് മർദ്ദനം നേരിട്ടു എന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് എന്തായാലും സ്വാതി മലിവാൾ പോലീസിന് പരാതി നൽകി, പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. ഈ വിഷയത്തിൽ BJPയുടെ നിലപാട് എന്താണ്? മാത്രമല്ല പൊതുവിൽ പ്രതിഷേധം എങ്ങനെ ശക്തമാകുന്നു? ഇത് ആപ്പിനും പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനും എത്തരത്തിലാണ് ദോഷം ചെയ്യുന്നത്? ലക്ഷ്മി, ഡൽഹി മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ AAPയുടെ ദേശീയ അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ PA ബൈഭവ് കുമാർ തന്നെ ആക്രമിച്ചു എന്ന് കാട്ടി AAPയുടെ രാജ്യസഭാ അംഗം സ്വാതി മലിവാൾ പരാതി നൽകിയിട്ട് ഇപ്പോൾ 4 ദിവസം പിന്നിടുന്നു. എന്നാൽ ഈ 4 ദിവസത്തിന് ശേഷവും യാതൊരുവിധ നടപടിയും ഈ ബൈഭവ് കുമാറിനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുതിർന്ന AAPയുടെ MP ആയിട്ടുള്ള സഞ്ജയ് സിംഗ് അദ്ദേഹം ഈ പരാതി യാഥാർത്ഥ്യമാണെന്ന് സ്ഥിരീകരിച്ചു. മാത്രമല്ല ഇതിന്മേൽ ബൈഭവ് കുമാറിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവുമെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം AAPയുടെ പ്രചരണ ദിവസം AAP ഉത്തർപ്രദേശിൽ പ്രചരണം നടത്തിയപ്പോൾ അവിടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും അതേപോലെ തന്നെ ഈ സഞ്ജയ് സിംഗിനുമൊപ്പം മുഖ്യമന്ത്രിയുടെ PA ആരോപണ വിധേയനായിട്ടുള്ള ബൈഭവ് കുമാർ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് BJP AAPക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം, അതായത് സഞ്ജയ് സിംഗ് തന്നെയാണ് ഇത് ഈ ബൈഭവ് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ പിന്നീട് സഞ്ജയ് കുമാറിനൊപ്പം അല്ലെങ്കിൽ സഞ്ജയ് സിംഗിനൊപ്പവും അതേപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനൊപ്പവും നിൽക്കുന്ന ചിത്രം, അപ്പോൾ AAP ഈ വിഷയത്തിൽ എന്ത് നടപടി കൈക്കൊണ്ടു എന്നുള്ളതാണ് BJP പ്രധാനമായും ഉയർത്തുന്ന ചോദ്യം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് ഈ അതിക്രമം നടന്നത്. ഈ വിഷയം അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ള ചോദ്യമാണ് BJP ഉയർത്തുന്നത്. ഈ ചോദ്യം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധമാണ് BJP ഡൽഹിയിലും അതേപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഉയർത്തുന്നത്. ഡൽഹിയിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം 100 കണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത സമരം ഡൽഹിയിലുണ്ടായിരുന്നു. മാത്രമല്ല ഈ സമരത്തിൻ്റെ മുഖം മാറ്റി കൂടുതൽ ശക്തമാക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ പോലീസ് ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 4 മണിക്കൂർ നേരം സ്വാതി മലിവാളിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതിനുശേഷം ഇന്നലെ രാത്രിയോടെ എയിംസിൽ സ്വാതി മലിവാളിനെ എത്തിച്ച് ആരോഗ്യ പരിശോധന നടത്തി. ഇങ്ങനെ പോലീസിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതേപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് 11 മണിക്ക് മുമ്പ് ബൈഭവ് കുമാർ എന്ന് ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് ദേശീയ വനിതാ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. മാത്രമല്ല ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ AAP ഈ ഒരു വിഷയം കണ്ടില്ല എന്ന് നടിക്കുന്നു. AAP ബൈഭവ് കുമാറിന് സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക്, ഒരു സാധാരണ സ്ത്രീകൾക്ക് പോലും സംരക്ഷണം നൽകേണ്ട ബാധ്യതയുള്ള വ്യക്തി എന്ന നിലയ്ക്ക് തൻ്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന അതിക്രമത്തിന്മേൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടം 20-ാം തീയതി നടക്കുവാനിരിക്കെ BJP ഇതൊരു വലിയ പ്രചരണ വിഷയമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലടക്കം അതേപോലെ തന്നെ ഡൽഹിയിലടക്കം വലിയ പ്രചരണ വിഷയമാണ്. ഡൽഹിയിൽ 25-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രധാനമായി ഈ വിഷയങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിൽക്കുന്നത്. നന്ദൻ, ആം ആദ്മി പാർട്ടിയുടെ പൊതുവിൽ
പൊതുവിലുള്ള ഒരു സ്വഭാവം നമുക്കറിയാം. എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് മറ്റു പാർട്ടികളെ പ്രതിരോധത്തിലാക്കണമെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ വൈര്യം മുൻനിർത്തിക്കൊണ്ട് തെരുവുകളിലേക്ക് ഇറങ്ങുകയാണ് പൊതുവിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവിനെതിരെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ ആക്രമണം മർദ്ദിച്ച സാഹചര്യത്തിൽ അത് രേഖാമൂലം അവർ നൽകിയ പരാതിയിലൊക്കെ ഉണ്ട്. വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. പക്ഷേ AP എന്തുകൊണ്ട് ഇങ്ങനെ മൗനം പാലിക്കുന്നു? തീർച്ചയായും വൈഭവ് കുമാറിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം പല കോണുകളിൽ നടക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് അകത്തുനിന്ന് ഉന്നത വൃത്തങ്ങളിൽ നിന്ന് തന്നെ അങ്ങനെ തന്നെ കണക്കാക്കാം. ലക്ഷ്മി, ഈ വൈഭവ് കുമാർ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ PA എന്നതിനുപരി അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും അതേപോലെ തന്നെ രഹസ്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. ഈ ഡൽഹി മദ്യനയ അഴിമതിയിലടക്കം പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് വൈഭവ് കുമാർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, വൈഭവ് കുമാറിനെതിരെ നേരത്തെയും പല രീതിയിൽ പാർട്ടി നേതാക്കളും അതേപോലെ തന്നെ സ്ത്രീകളടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളൊന്നും തന്നെ വൈഭവ് കുമാറിനെ മാറ്റി നിർത്തുവാനോ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുവാനോ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ്. പാർട്ടി ഘടകത്തിനുള്ളിൽ നിന്ന് പോലും നേരത്തെ തന്നെ പരാതി ഉയർന്നിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ മുൻപും വൈഭവ് കുമാർ ആവർത്തിച്ചു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. എന്നാൽ ഇതിനെതിരെ ഒന്നും തന്നെ AP നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. വൈഭവ് കുമാറിനെ സംരക്ഷിക്കുന്നു എന്നുള്ള BJP ആരോപണത്തിന് കഴമ്പുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോടൊപ്പം തന്നെയുള്ള വൈഭവ് കുമാറിനെ പോലീസിന് മുന്നിൽ ഹാജരാക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് അധികം സമയം വേണ്ടി വരില്ല. പിന്നെ എന്തുകൊണ്ട് വൈഭവ് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതും പാർട്ടിയിലെ തന്നെ മറ്റൊരു മുതിർന്ന അംഗവും രാജ്യസഭാ അംഗവുമായിട്ടുള്ള വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ് പരാതി നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് വൈഭവ് കുമാറിനെ സംരക്ഷിക്കുന്നു? സ്വാഭാവികമായും മുഖ്യമന്ത്രി തന്നെയാണ് ഈ വൈഭവ് കുമാറിൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ തടയുന്നത് എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP ഡൽഹിയിലടക്കം പ്രചരണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. 25-ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ഒരു വിഷയം പ്രാദേശികമായി അതിന് കൃത്യമായി തന്നെ പ്രതിഫലിക്കും. AAPക്ക് അത് തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 7 മണ്ഡലങ്ങൾ, ഈ 7 മണ്ഡലങ്ങളിലും നിലവിൽ BJPയുടെ കൈവശമുള്ള മണ്ഡലങ്ങളാണെങ്കിൽ കൂടി ചില സന്ദർഭങ്ങളിലെങ്കിലും BJPയുടെ പ്രചരണ അല്ലെങ്കിൽ BJPയുടെ നിറം മങ്ങുന്നതായിട്ടുള്ള ചില കാഴ്ചകൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കളം മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് ഡൽഹിയിൽ ഈ ഒരു വിഷയം അത് BJP വലിയ പ്രചരണ ആയുധമാക്കിയെടുക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു രാജ്യസഭാ അംഗം, ഒരു വനിത, അവർക്ക് നേരെയാണ് ഇത്തരമൊരു അക്രമം ഉണ്ടായത്. ഒരു സാധാരണ സ്ത്രീയെ പോലും സംരക്ഷിക്കേണ്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന ഒരു അതിക്രമം മറച്ചുവെക്കുന്നു. മാത്രമല്ല, ഇതിലെല്ലാം ഉപരി വലിയ കുറ്റകൃത്യമാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഇത്തരമൊരു സംഭവം, ഒരു സ്ത്രീക്ക് നേരെ നടന്ന അതിക്രമം, അത് അറിഞ്ഞിട്ടും അത് പോലീസിൽ അത് വിവരം ധരിപ്പിച്ചിട്ടില്ല എന്നുള്ള വലിയ കുറ്റകൃത്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി എന്നുള്ള ആരോപണവും BJPയുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഇത്തരം ആരോപണങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടാണ് BJP AAPയെ പ്രതിരോധത്തിൽ. തീർച്ചയായും, കാരണം ഇത് വലിയ രീതിയിൽ പ്രതിരോധത്തിൽ, പ്രത്യേകിച്ച് വ്യക്തിപരമായി അരവിന്ദ് കെജ്രിവാൾ ആകുന്നത് നേരത്തെ നന്ദൻ സൂചിപ്പിച്ചല്ലോ. വെറും ഒരു PA മാത്രമല്ല വൈഭവ് കുമാർ അരവിന്ദ് കെജ്രിവാളിൻ്റേത് എന്നുള്ളതാണ്. ഒരു ഇടക്കാല ജാമ്യം തേടി പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന് ഇത് വലിയ രീതിയിൽ ഒരു പക്ഷേ പ്രതിരോധിക്കേണ്ടി വരുന്ന സാഹചര്യം. പക്ഷേ ഇത് മറ്റു കോണുകളിൽ നിന്നും നേരത്തെ പറഞ്ഞുകൊണ്ടാണ് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ആണെങ്കിൽ പോലും ഇത് മറ്റൊരു പാർട്ടിയുടെ ഇടപെടൽ മൂലമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ സ്വാതി മലിവാളിനെ സ്വഭാവഹത്യ ചെയ്യാനൊക്കെ ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. അത് അവർ തന്നെയാണത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതും. ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിൽ പിന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിൽക്കുന്ന വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള ടീം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. AAPയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ സ്വാതി മലിവാളിനെതിരെ വലിയ ആരോപണങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുകയാണ്. സ്വാതി മലിവാളിൻ്റെ സ്വഭാവശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യ തരത്തിലുള്ള അത്തരം ചില സോഷ്യൽ മീഡിയയിൽ അത്തരം ചില കണ്ടൻറ്റുകളും മറ്റും പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെല്ലാം പിന്നിൽ AAP പ്രവർത്തകരാണെന്നുള്ള ആരോപണവും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ രാജ്യ തലസ്ഥാനത്ത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇതിന്മേൽ പ്രതിപക്ഷം, അതായത് ഇപ്പോൾ നിലവിൽ AAP കോൺഗ്രസിനൊപ്പമാണ്, ഡൽഹിയിലടക്കം കോൺഗ്രസിനൊപ്പം നിന്ന് മത്സരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ കോൺഗ്രസ് അടക്കം AAPയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്
നിലപാടിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസം പ്രിയങ്കയുടെ അടുത്ത് മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രതികരണം ചോദിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് ഞാൻ ആ സ്ത്രീക്കൊപ്പമാണ് എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ നടത്തുവാനോ അല്ലെങ്കിൽ AAP-യുമായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടത്തുവാനോ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതാണ്. ഇത് AAP-യുടെ ആഭ്യന്തര വിഷയമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസിലും കാണുന്നത്. എന്നാൽ ഈ ഡൽഹിയിലടക്കം കോൺഗ്രസുമായി ചേർന്ന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന നിലയിലാണ് AAP മത്സരിക്കുന്നത്. സ്വാഭാവികമായും AAP-യിലുണ്ടായ ഈ ഒരു മൂല്യച്യുതി അല്ലെങ്കിൽ AAP-യിലുണ്ടായ ഈ ഒരു കലഹം, ഈ ഒരു പ്രശ്നം ഇത് സ്വാഭാവികമായും കോൺഗ്രസിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പ്രത്യേകിച്ച് ഡൽഹിയിലെ 3 സീറ്റുകളിൽ AAP-യുമായി ചേർന്ന് കോൺഗ്രസ് മത്സരിക്കുന്നു. ഈ സീറ്റുകളിലൊക്കെ തന്നെ ഈ ഒരു വിഷയം ചർച്ചയാകും. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഡൽഹിയിൽ മാത്രമല്ല ഡൽഹിക്ക് പുറത്തേക്ക് കൂടി സ്വാതി മലിവാൾ വിഷയം ഉന്നയിച്ചുകൊണ്ട് AAP-ക്കും കോൺഗ്രസിനുമെതിരെ ശക്തമായ ആഞ്ഞടിക്കുകയാണ് BJP. പ്രത്യേകിച്ച് പഞ്ചാബിലും അതേപോലെ തന്നെ ഉത്തർപ്രദേശിലും അടക്കം ഈ ഒരു വിഷയം താഴെത്തട്ടിൽ ജനങ്ങളിലേക്ക് എത്തിച്ച് ചർച്ച ചെയ്യുകയാണ് BJP. പ്രത്യേകിച്ച് ഇതൊരു സാധാരണക്കാരായ ഒരു സ്ത്രീക്ക് സംഭവിച്ച വിഷയമല്ല, ഇതൊരു രാജ്യസഭാ അംഗത്തിനാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ഉണ്ടായത്. AAP-യുടെ മുതിർന്ന നേതാവായ സഞ്ജയ് സിംഗ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അത്തരമൊരു അതിക്രമം സ്വാതി മലിവാളിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഇപ്പോഴും വൈഭവ് കുമാർ മുഖ്യമന്ത്രിയുടെ PA ആയി തുടരുന്നു, മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് BJP-ക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം അല്ലെങ്കിൽ മുഖ്യ ആയുധമാക്കിക്കൊണ്ട് ഈ BJP ഇപ്പോൾ പ്രചരണം ഘടിപ്പിച്ചിരിക്കുകയാണ്. ലക്ഷ്മി. നന്ദനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.